പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശുദ്ധിക്കെതിരായിട്ടുള്ള ബന്ധനങ്ങൾ, നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യിപ്പിക്കുന്ന ബന്ധനങ്ങൾ, നമ്മളിങ്ങനെ കോപാകുലരാക്കുന്ന, കലഹത്തിനടിമകളാക്കുന്ന, വെറുപ്പിനടിമകളാക്കുന്ന, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ചുരുക്കിക്കളയുന്ന നമ്മുടെ വൈകല്യങ്ങള്, നമ്മുടെ വൈകാരിക മേഖലയിലെ ബന്ധനങ്ങള്, നമ്മളിലുള്ള അസൂയകള്, നമ്മളിലുള്ള നിരാശകള്, നമ്മളിലുള്ള പൈശാചികതകള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് വിട്ടുപോകട്ടെ. ഇതുമൂലം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടാൻ പറ്റാത്ത അവസ്ഥ, യേശുവിനെ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ചില വൈദികർക്കുണ്ട്, സന്യസ്തർക്കുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല കുടുംബങ്ങൾക്കുണ്ട്. പലരും പറയാറുണ്ട്, പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല. ജപമാല ചൊല്ലുമ്പോൾ കോട്ടുവായി ഇടുന്നു, ഉറക്കം വരുന്നു, എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് കലഹം വരുന്നു. ഇത് മൂലം കുടുംബത്തിൽ ഭയങ്കര നിരാശ, അസ്വസ്ഥതയാണ്. സാമ്പത്തിക ഉയർച്ചകൾ തടസ്സപ്പെടുന്നു, ജോലി കാര്യങ്ങൾ തടസ്സപ്പെടുന്നു, കല്യാണ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു, കച്ചവട കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. ഏതു നേരം ഭാര്യ ഭർത്താവും തമ്മിൽ ഷണ്ടയാകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിൽ ഷണ്ടയാകുന്നു. കാരണം പ്രാർത്ഥനയുടെ, സൗമ്യതയുടെ, വിശുദ്ധിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അവിടെ വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും കലഹത്തിന്റെയും വിത്തുകൾ വിതക്കപ്പെടുന്നു. ഇതുമൂലം നമ്മുടെ മുഖം മ്ലാനമാകുന്നു, നമ്മളെ കരുവാളിക്കുന്നു. ദൈവം കായനോട് ചോദിച്ച പോലെ, കായ, എന്താ നിന്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കുന്നത്, ഇങ്ങനെ കരുവാളിച്ചിരിക്കുന്നത്, നിന്റെ കുടുംബം എന്നാ കരുവാളിച്ചിരിക്കുന്നത്, എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന് പ്രീതികരമായതുപോലെ പ്രവർത്തിച്ചാൽ ദൈവം നിന്റെ മേലും പ്രസാദിക്കുമെന്ന് ദൈവം പറഞ്ഞത് ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് വചനത്തിലൂടെ ഒരിക്കൽ കൂടെ അഭിഷേകം കിട്ടുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ തടസ്സങ്ങൾ, മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അവകാശങ്ങൾ, ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപകള്, ചൂടോ തണുപ്പോ ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ മരവിച്ച് കിടക്കുക. ഇന്ന് ആ പ്രാർത്ഥനാ ജീവിതത്തിന്റെ, വിശുദ്ധിയുടെ ജീവിതത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുമ്പോഴുള്ള ഉറക്കങ്ങൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുമ്പോഴുള്ള പല വിചാരങ്ങൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുമ്പോഴുള്ള കോട്ടുവായി ഇടുന്ന അവസ്ഥകൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ കൃപകളും വരങ്ങളും അഭിഷേകം കിട്ടാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. ഏതു നേരം കലഹങ്ങളും നിരാശകളും സംശയങ്ങളും അസ്വസ്ഥതകളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും പ്രബലപ്പെടാനുള്ള അവസ്ഥകൾ ഞങ്ങളിന്ന് വിട്ടുമാറട്ടെ. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ഭരണം നടത്തട്ടെ. ഞങ്ങളുടെ പറമ്പിന്റെ മേല്, ഞങ്ങളുടെ ഭവനത്തിന്റെ മേല് കർത്താവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ കട്ടിളപ്പടികൾ ആശീർവദിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വീടിന്റെ 4 അതിരുകള്, 16 കോണുകള് ആശീർവദിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പറമ്പിലോ തൊഴിൽ മേഖലകളിലോ സ്ഥാപനങ്ങളിലോ സാത്താൻ പ്രബലപ്പെടാനായിട്ട് അനുവദിക്കല്ലേ. ദുഷ്ടശക്തികളും പൈശാചിക ശക്തികളും ഇന്ന് വിട്ടുമാറട്ടെ. കലഹങ്ങളും പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളും നിരാശകളും ആദിവ്യാധികളും കുടുംബ തകർച്ചകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഏതു നേരം അസ്വസ്ഥതയും പിരിപിരിപ്പും ആദിവ്യാധികളും ടെൻഷനുകളും അകാരണ ഭയങ്ങളും ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന സാത്താന്റെ എല്ലാ പ്രവൃത്തികളും നിങ്ങളിന്ന് വിട്ടുമാറട്ടെ. വിഷാദ രോഗങ്ങളും ആത്മഹത്യ ചിന്തകളും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടാൻ കാരണമാകുന്ന വിധത്തിലുള്ള പ്രലോഭനങ്ങളെല്ലാം വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമം, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി,
ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ആവസിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 15 വചനമാണ്. സ്തുതികളോടും ഗാനാലാപത്തോടും വീണനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഇങ്ങനെ പറയണം, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് 16 വചനമാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനമാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ ബന്ധിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും ഗബ്രിയേലിന്റെയും റഫേലിന്റെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, കൈവശക ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ തിന്മയുടെ അരുകുപ്പികളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുന്നു, ഞാൻ നിർവീര്യമാക്കുന്നു. കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനിമേലിൽ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ ദൈവകൃപ നിങ്ങളിൽ വന്ന് നിറയട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.